എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹോട്ട് വീൽസിൻ്റെ മറ്റൊരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. ഹോട്ട് വീൽസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് 2020 BS6 ഫോർഡ് എൻഡവർ ആണ്. ഫോർഡ് എൻഡവറിന് അവസാനം ഒരു ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ അവസാനം ഒരു ചെറിയ അപ്ഡേറ്റ് വന്നത് ഒരു 2019 അവസാനമൊക്കെയാണ്. നമ്മൾ ആ ഒരു 2019 എൻഡവർ നമ്മൾ ഹോട്ട് വീൽസിലൂടെ ടെസ്റ്റ് റിവ്യൂ ചെയ്യുകയുണ്ടായി. ആ ഒരു ഫോർഡ് എൻഡവർ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ് BS6 നോംസ് വളരെ സ്ട്രിഞ്ചനാക്കുന്നത്, വളരെ കമ്പൽസറി ആയിട്ട് BS6ലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊരു നോം കൊണ്ടുവന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ മാനുഫാക്ചേഴ്സും അവരുടെ കാറ് BS6ലോട്ട് അപ്ഗ്രേഡ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എൻഡവറിനും ഒരു BS6 വേർഷൻ അല്ലെങ്കിൽ ഒരു വേരിയൻറ്റ് കിട്ടി. അപ്പോൾ ആ ഒരു അപ്ഗ്രേഡേഷൻ അല്ലെങ്കിൽ ഒരു BS6 അപ്ഗ്രേഡേഷൻ്റെ ഭാഗമായിട്ട് വളരെ മിനിമലായിട്ടുള്ള കോസ്മെറ്റിക് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ചേഞ്ചസ് ആണ് ഫോർഡ് എൻഡവറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടൊരു മാറ്റം എന്ന് പറയുന്നത് ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലാണ്. നമുക്ക് പെട്ടെന്ന് ഫോർഡ് എൻഡവറിൻ്റെ ഒരു ഹെഡ് ലാമ്പ് അല്ലെങ്കിൽ ഫോർഡിൻ്റെ നമുക്ക് എക്കോസ്പോർട്ട് എടുത്താലും പെട്ടെന്ന് ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റാണ് പെട്ടെന്ന് മസ്റ്റാങ്കിനെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് ഹെഡ് ലാമ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ഹെഡ് ലാമ്പിലെ മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്, നമുക്ക് നേരത്തെ ഈ ഒരു പ്രൊജക്ടർ യൂണിറ്റിൽ ആ പ്രൊജക്ടർ ഒരു ഓവൽ ഷേപ്പിലുള്ള പ്രൊജക്ടറായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയൊരു ക്യൂബ് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഹെഡ് ലാമ്പിലൊരു മെയിൻ വ്യത്യാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി BS6 ആയി എന്നുള്ളതാണ്. അതേപോലെ നേരത്തെ 3.2, 2.2 പവർ ട്രെയിൻസിലായിരുന്നു ഫോർഡ് എൻഡവർ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പം ഒരു 2 ലിറ്റർ എഞ്ചിനാണ്, ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് 2 ലിറ്റർ എഞ്ചിനാണ് ഇപ്പം പുതിയ BS6 എഞ്ചിൻ എന്ന് പറയുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മോട്ടറാണ്. 10 സ്പീഡ് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, ഇന്ത്യൻ റോഡ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസി സിറ്റി സ്കെഡ്യൂളിൽ എങ്ങനെ ഒരു 10 സ്പീഡ് നമുക്ക് എത്രത്തോളം അഫോർഡബിളോ അല്ലെങ്കിൽ ഫ്യൂൽ എക്കോണമി വൈസ് നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം ഫീസിബിൾ ആണെന്നുള്ളത്. പക്ഷേ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻസിങ്ങും നല്ല രീതിയിലുള്ള ഗിയർ റേഷ്യോ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റ്സാണ് ഫോർഡ് എൻഡവർ നമുക്ക് കാഴ്ചവെക്കുന്നത്. അതേപോലെ നമുക്ക് മാനുവലോട്ട് കൺവേർട്ട് ചെയ്ത് ഓടിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ഫേസ് ലിഫ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റിലാണ് ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ് ലാമ്പാണ് ഫോർഡ് എൻഡവറിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ നമുക്കൊരു ബുൾഹോൺ ഷേപ്പിലൊരു DRL കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഹൈ ബീം എന്ന് പറയുന്ന ഒരു നോർമൽ ഹാലജൻ ലാമ്പുമാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടൊരു ലൈറ്റ് ഔട്ട്പുട്ടാണ് നമുക്ക് ഫോർഡ് എൻഡവർ ഓഫർ ചെയ്യുന്നത്. ഫോർഡിൻ്റെ എല്ലാ വാഹനങ്ങളും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടാണ് അവർ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇന്നോവേഷൻ്റെ ഒരു എക്സലൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ മൊത്തത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ അത് കഴിഞ്ഞ് ഗ്രില്ലിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു 3 സ്ലാഗ് ഗ്രില്ലാണ്. നേരത്തെ 2017 ആദ്യം ഈ ഒരു വേരിയൻറ്റ് ഫോർഡ് എൻഡവറിൻ്റെ ഈ ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്ക് ഒരു ഡ്യുവൽ സ്ലാഗ് ഗ്രില്ലായിരുന്നു. അത് മാറ്റിയാണ് 2019 ഒരു 3 സ്ലാഗ് ഗ്രില്ല് കൊണ്ടുവന്നത്. ഇപ്പം ഈ ഒരു BS6 അപ്ഡേറ്റിലും നമുക്ക് ഒരു സെയിം 3 സ്ലാഗ് ഗ്രില്ല് തന്നെയാണ്. വ്യത്യാസങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് നടുക്കായിട്ട് മാസീവായിട്ടുള്ളൊരു ഫോർഡിൻ്റെ ലോഗോവും കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബമ്പേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ ഒരു നമുക്ക് റഗ്ഗഡ് ഫീലിംഗ് അല്ലെങ്കിൽ വളരെ റഫായിട്ടുള്ളൊരു ഫീലിംഗ് നൽകുന്ന രീതിയിലാണ് മൊത്തത്തിൽ ഫോർഡ് എൻഡവർ എന്ന് പറയുന്ന ഈ ഒരു ഓഫ് റോഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു എയർ ഡാമിൻ്റെ ഏരിയ കാണാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഇൻടേക്ക് കിട്ടുന്ന രീതി തന്നെയാണ് എയർ ഡാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാര്യം ഇത്രയും വലിയൊരു വാഹനമാണ്. എന്നാൽ പോലും നമുക്ക് ഇത്രയും വലിയൊരു എയർ ഡാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത്യാവശ്യം നല്ലൊരു അറൗണ്ട് ഒരു 450 to 600 mm വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉള്ള ഒരു ഓഫ് റോഡാണ് ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. അതേപോലെ വീണ്ടും നമ്മൾ ബമ്പേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഹൗസിംഗ് കാണാം. ആ ഒരു ഹൗസിങ്ങും നമ്മളൊരു എയർ ഡാമും രണ്ടും ഒരു മേർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഒരു സിൽവർ ഇൻസേർട്ട് അല്ലെങ്കിൽ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വളരെ നല്ലൊരു അപ്രോച്ച് ആംഗിളാണ് ഫോർഡ് എൻഡവർ നമുക്ക് ഓഫർ ചെയ്യുന്ന. കാര്യം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നമ്മളുടെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഉയർന്നാണ് ഈ ഒരു വാഹനം നിൽക്കുന്നതെന്നുള്ള. അപ്പം 4x4 അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ ഒരു നമ്മളൊരു അപ്രോച്ച് ആംഗിളുടെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാവുന്നത്. ശരിക്കും നല്ല രീതിയിൽ നമുക്ക് ഏതൊരു ടെറൈനും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈൻസ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോട്ടറും ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്, ഗിയർ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് എൻഡവറിൽ ഫോർഡ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ ഹുഡിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു എയർക്രാഫ്റ്റ് കാരിയർ ഡിസൈൻ ഹുഡ് എന്നാണ് ഈ ഒരു ഹുഡിനെ ഫോർഡ് വിശേഷിപ്പിക്കുന്നത്. ആ രീതിയിലുള്ള വളരെ അപ്പ് മാർക്കറ്റായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ DNA ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് വളരെ ഒരു റഫ് ഫീലിംഗ് വരുന്നുണ്ട്, വളരെ റഗ്ഗഡായിട്ടുള്ള ഫീലിംഗ് വരുന്നുണ്ട്. എന്നാൽ പ്രീമിയം ആണോ എന്ന് ചോദിച്ചാൽ വളരെ പ്രീമിയം ആണ് ഈ ഒരു കാർ എന്ന് പറയുന്നത്. അതേപോലെ വിൻഷീൽഡ് ഏരിയയിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോൾ വളരെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. ഒരു ആൻറ്റി ഗ്ലെയർ കോട്ടിംഗ് ഉള്ള ഗ്ലാസ് ആണ് ഈ ഒരു കാറിൽ മൊത്തത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത്. UV റേസും അല്ലെങ്കിൽ അതേപോലെ വേറെ ഹാംഫുൾ റേസ് ഒന്നും പാസഞ്ചേഴ്സിനോ അല്ലെങ്കിൽ ഡ്രൈവറിനോ
ഒന്നും ഒരു ഇതും സംഭവിക്കാത്ത രീതിയിലാണ് ഗ്ലാസ്സുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് 2 ORVMs കാണാം. ഒരു ക്രോം പ്ലേറ്റഡ് ORVMs ആണ്. വീണ്ടും ഒരു പ്രീമിയംനെസ് അവിടെ വർദ്ധിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ വളരെ റഗിഡായിട്ടും വളരെ റഫായിട്ടുള്ള ഫീൽ തരുന്ന ഒരു കാറ് തന്നെയാണ് ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. ഫോർഡ് എൻഡവറിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് നേരത്തെ ഒരു എൻഡവറിനെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും സൈഡ് പ്രൊഫൈലിൽ വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഫ്രണ്ട് ഫെൻഡറിൻ്റെ അവിടെ നമുക്ക് ആക്ച്വലി നേരത്തെ 3.2 അല്ലെങ്കിൽ 2.2 2 വേരിയൻസിലായിരുന്നു, 2 പവർ ട്രെയിൻസിലായിരുന്നു എൻഡവർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കൊരു ഫ്രണ്ടിൽ ആ ഒരു ഫെൻഡറിൽ ബാഡ്ജിങ് വരുമായിരുന്നു, ഒരു ആ ക്രോം ഇൻസേർട്ടിൽ 3.2 അല്ലെങ്കിൽ 2.2 എന്നൊരു ഇൻസേർട്ട് വരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരം അവിടെ ഫോർഡിൻ്റെ എൻഡവർ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാറിൻ്റെ പേര് എൻഡവർ തന്നെയാണ് അവിടെ ഒരു ബാഡ്ജിങ് കൊടുത്തത്. പക്ഷേ ഒരു ഫേക്ക് എയർവെൻസ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു ക്ലസ്ട്രോഫോബിക് ഫീൽ തോന്നാതിരിക്കാൻ വേണ്ടി അവിടെ ആ ഒരു ബാഡ്ജിങ് കൊടുത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കാണുമ്പോൾ നല്ല ഭംഗി തോന്നുന്നുണ്ട് ദൂരം നിന്ന് കാണുമ്പോൾ. അതേപോലെ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നേരത്തെ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ ഫോർഡ് എൻഡവർ എന്ന് പറയുന്ന ഒരു വാഹനത്തിൻ്റെ ആ ഒരു സൈസ് അല്ലെങ്കിൽ അത് നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ എവിഡൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ എത്രത്തോളം ഒരു വലിയ കാറാണെന്നുള്ളത് അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു SUV ആണെന്നുള്ളത് എവിഡൻ്റ് ആണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ക്രോം ഡോർ ഹാൻഡിൽസ് കാണാം. അതേപോലെ നമുക്ക് ഫ്രണ്ട് 2 ഡോറുകൾ റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇത്രയും ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ്. അപ്പം ആ സ്ഥിതിക്ക് നമുക്ക് 4 ഡോറിലും റിക്വസ്റ്റ് സെൻസേഴ്സ് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇനി ഫ്യൂച്ചർ നമുക്ക് ഇനി വരുന്ന അപ്ഡേറ്റ്സിൽ ചിലപ്പം പ്രതീക്ഷിക്കാവുന്ന ഒരു ചേഞ്ചും കൂടെയാണ്. അതേപോലെ ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു കാറാണ്, വലിയൊരു ക്യാബിനാണ്. അപ്പോൾ ആ ഒരു ക്യാബിൽ അത്യാവശ്യം നല്ല രീതിയിൽ റോഡ് പ്രസൻസ് കിട്ടുന്ന രീതിയിലും നല്ല ഒരു ലൈറ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ക്യാബിൻ ലിറ്റപ്പ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ഗ്ലാസ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആൻറ്റി ഗ്ലേഡ് ടൈപ്പ് ഓഫ് ഫിനിഷ് ഉള്ള ഗ്ലാസ് ആണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് സ്കിന്നിന് വലിയ രീതിയിലുള്ള ദോഷമൊന്നും വരാത്ത രീതിയിലുള്ള കോട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് B പില്ലർ C പില്ലർ കാണാം. ഒരു ബ്ലാക്ക് ഡോട്ട് B പില്ലർ C പില്ലറാണ്. വളരെ വീണ്ടും ഒരു സ്പോർട്ടി പ്രീമിയം ഫീലൊക്കെ വരുത്തുന്നുണ്ട്. അതേപോലെ വീണ്ടും ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമുക്ക് ഈ ഒരു ഫുഡ് സ്റ്റെപ്സിലേക്ക് നോക്കുമ്പോൾ കാണാം വളരെ പ്രീമിയമായിട്ട് തോന്നുന്ന രീതിയിലാണ് ഒരു ഫുഡ് സ്റ്റെപ്സ് ഡിസൈൻ ചെയ്യുക. കാര്യം ഒരു റബ്ബർ സ്റ്റഡ്സും കൊടുത്ത് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു മാറ്റീരിയം ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഗ്രേ ഫിനിഷൊക്കെ കൊടുത്ത് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ അപ്പ് മാർക്കറ്റ് എന്ന് തോന്നുന്ന രീതിയാണ് ഈവൺ ആ ഒരു ഫുഡ് സ്റ്റെപ്സ് പോലും ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലെ നമുക്ക് സൈഡിലത്തെ റെയർ വ്യൂ മിറർ നമുക്കറിയാം, നമ്മൾ നേരത്തെ ഫ്രണ്ട് റിവ്യൂ ചെയ്ത പറഞ്ഞ ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൽ തന്നെ ഒരു ചെറിയ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ഒരു റോഡിൻ്റെ കറക്റ്റ് റേഷ്യോ അറിയാൻ വേണ്ടി ഒരു ലൈനിങ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു LED ഇൻഡിക്കേറ്ററും അതിൽ തന്നെ വരുന്നുണ്ട്. ഒരു ഓട്ടോ ഫോൾഡ് ഫംഗ്ഷൻ ഉള്ള ഒരു നമ്മളുടെ സൈഡ് വ്യൂ മിറേഴ്സ് തന്നെയാണ് എൻഡവറിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ടയേഴ്സിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞു ഇതൊരു ഒരുപാട് ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ള ഒരു കാറാണ്. ആ ഒരു ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാം മീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു 18 ഇഞ്ച് നമുക്കൊരു ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് കൊടുത്തത്. ഒരു മൾട്ടി സ്പോക്ക് അലോയ് വീലാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ വളരെ ഒരു പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്പോർട്ടി പ്രീമിയം ഒരു കോമ്പോയിൽ വരുന്ന ഒരു അലോയ് വീൽസ് ആണ്. നമുക്കൊരു 2 ഡ്യുവൽ ടോണിലാണ് അലോയ് വരുന്നത്. അതേപോലെ നമുക്ക് റൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷണൽ ആയിട്ടുള്ള റൂഫ് റെയിലല്ല. സാധാരണ 4x4 വാഹനങ്ങൾ അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളിൽ ഒരു ഫംഗ്ഷണൽ റൂഫ് റെയിൽ കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ ജസ്റ്റ് ഒരു കോസ്മെറ്റിക് ചേഞ്ച് അല്ലെങ്കിൽ ഒരു അപ്പിയറൻസിന് ഒരു ഇത് കൂട്ടാൻ വേണ്ടി മാത്രമാണ് ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ ക്രോം അല്ല, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മാറ്റീരിയം എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഫിനിഷുള്ള റൂഫ് റെയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു ആഡ് ഓൺ ഫീച്ചറും കൂടെ ആവായിരുന്നു എന്നുള്ളത് നമുക്കൊരു നോർമൽ ആൻറ്റിന, ഒരു നോർമൽ റബ്ബറൈസ്ഡ് ആൻറ്റിനയാണ് നമുക്ക് ബാക്കിലായിട്ട് എൻഡവറിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കാറിന് വേണമെങ്കിൽ നമുക്കൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒരു പ്രീമിയംനെസ് കൂട്ടാമായിരുന്നു. അതേപോലെ ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള വാഹനമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് റിവ്യൂ ചെയ്ത് പറഞ്ഞു അറൗണ്ട് 400-600 mm ഇടയ്ക്കായിട്ട് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഓഫർ ചെയ്യുന്നുണ്ട് ഈ ഒരു മാസീവ് SUV എന്ന് പറയുന്നത്. അതേപോലെ ഗ്രൗണ്ട് ക്ലിയറൻസിലേക്ക് വരുമ്പോൾ വീണ്ടും സർപ്രൈസിംഗ്ലി നമുക്കൊരു 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യുമ്പോഴത്തേക്ക് അടിയൊന്നും പെട്ടെന്ന് തട്ടാത്ത രീതിയിൽ അല്ലെങ്കിൽ വണ്ടിക്ക് പെട്ടെന്നൊരു ഡാമേജ് ഒന്നും വരാത്ത രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്രണ്ടിലത്തെ ആ ഒരു ORVMൽ നമുക്ക് പടൽ ലാംപ്സ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ടെക്നോളജിക്കലി ഒരുപാട് സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഒരു കാറാണ്. സസ്പെൻഷൻ ക്വാളിറ്റി നമ്മളിപ്പോൾ സൈഡ് റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് സസ്പെൻഷൻ ക്വാളിറ്റി എടുത്ത് പറയേണ്ട കാര്യമാണ്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ ക്വാളിറ്റി ഫോർഡ് എൻഡവറിൽ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് അതേപോലെ ഫ്രണ്ട് ടയേഴ്സും ബാക്ക് ടയേഴ്സും ഡിസ്ക് ടയേഴ്സാണ് വരുന്നത്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ബ്രേക്കിങ്ങും സസ്പെൻഷൻ ക്വാളിറ്റിയാണ് എൻഡവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഫോർഡ് എൻഡവർ എന്നൊരു ഈ ഒരു സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ടെക്നോളജിക്കലി ആയാലും മെക്കാനിക്കൽ ആയാലും ഒരുപാട് ഫീച്ചേഴ്സ് ഒരു കോംബോ ആണ് ഈ കാർ എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വളരെ റിലയബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസിൻ്റെ മേളിലായിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ ഒരു DNA ആണ് ഫോർഡ് എൻഡവറിനുള്ളത്. നമുക്ക് ആ ഒരു ഹാൻഡിലിന് തൊട്ട് മേളിലായിട്ട് ചെറിയൊരു ഷോൾഡർ ലൈൻ കാണാം. വളരെ ഈ ഒരു കാറിന് ഒരുപാട് അധികം കട്ട്സും അല്ലെങ്കിൽ ഒരുപാട് അധികം ക്യാരക്ടർ ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും വളരെ മസ്കുലറായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കാറിൻ്റെ ഒരു ബോഡി ഷേപ്പ് അല്ലെങ്കിൽ ആ ഒരു ഷാസി മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ മൊത്തത്തിൽ നമുക്ക് വളരെ റഫും വളരെ ഒരു എന്തൂസിയാസം നൽകുന്ന ഒരു ഡിസൈനും ഒരു ഡ്രൈവാണ് ഫോർഡ് എൻഡവർ ഓഫർ ചെയ്യുന്നത്. BS6 ഫോർഡ് എൻഡവറിൻ്റെ റെയർ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ 2019 കണ്ട ആ രീതിയിലുള്ള ഒരു റെയർ തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു BS6 കംപ്ലൈൻറ്റ് ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. നമ്മളിതിന് മുന്നേ എൻഡവർ ടെസ്റ്റ് റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോർഡ് എക്കോസ്പോർട്ട് ടെസ്റ്റ് റിവ്യൂ ചെയ്യുന്നത് എക്കോസ്പോർട്ടിൽ ഈ ഒരു സെയിം സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ ആ ഒരു മാറ്റം മാത്രമാണ് നമുക്ക് റെയർ പ്രൊഫൈലിൽ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്. ആ ഒരു വളരെ ബോൾഡായിട്ടുള്ള എൻഡവർ എന്നുള്ള ഒരു ബാഡ്ജിങ്, ഒരു ക്രോം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഒരു പ്രീമിയംനെസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരു വളരെ പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരു ഫോണിൻ്റെ മാസീവ് ലോഗോ നടുക്ക് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു വലിയ കാറാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു വലിയ കാറിന് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ്. റെയർ ഗ്ലാസും ഡ്രൈവറിന് നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള രീതി തന്നെയാണ് ഗ്ലാസും സെറ്റ് ചെയ്തേക്കുന്നത്. അതേപോലെ ഒരു ബ്ലാക്ക് ഫ്രെയിം എന്ന് തോന്നിക്കുന്ന രീതിയിലൊരു നമുക്കൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡീഫോഗർ ലൈൻസും ഈ ഒരു ഗ്ലാസിനുള്ളിൽ തന്നെയാണ് വരുന്നത്. ഒരു വാഷറും കൊടുത്തിട്ടുണ്ട്, ഒരു വൈപ്പറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്പോയിലറാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്പോയിലർ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു മോൾഡാണ്. അതിൽ തന്നെ നമുക്കൊരു ഹൈ റേസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി പുറമേ നിന്ന് വരുന്ന പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ പുറമേ നിന്ന് വരുന്ന കാറുകൾക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി കൊടുക്കുന്ന രീതി തന്നെയാണ് ഒരു ഹൈ റേസ്ഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ വളരെ സ്ലീക്കായിട്ടുള്ള രണ്ട് നമുക്ക് ടെയിൽ ലാംപ്സ് ആണ്. വളരെ സ്ലീക്കായിട്ടുള്ള ഫീലാണ് ഈ ഒരു ടെയിൽ ലാംപ്സ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതേപോലെ നമുക്കൊരു LED പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു പ്രീമിയംനെസ് ഈ ഒരു കാർ ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് ലൈസൻസ് ബോർഡിൻ്റെ ഏരിയ കാണാം. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇത് ബൂട്ട് തുറക്കാനുള്ള ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കാറിന് ആക്ച്വലി ബൂട്ട് തുറക്കാൻ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഉള്ളിൽ ഒരു ലിവർ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഈ ഒരു കീ ഫോബിൽ ടാപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് ഒരു സെൻസർ, റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് കാല് വേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേവിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഈ ഒരു റെയർ ബമ്പേഴ്സിലും ആ ഒരു നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഹൗസിങ്ങും ആ ഒരു എയർ ഡാമും രണ്ടും കൂടെ ഇൻകോർപ്പറേറ്റ് അല്ലെങ്കിൽ രണ്ടും കൂടെ മേർജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്കഫ് പ്ലെയിൻ്റെ ഡിസൈൻ പറഞ്ഞു. ആ ഒരു സെയിം ഡിസൈൻ നമുക്ക് ഒരു ബാക്കിൽ ബമ്പേഴ്സിൻ്റെ താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു സിൽവർ എന്ന് പറയുമ്പോൾ ഒരു മാറ്റീരിയഡിയം ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അതും വളരെ ഒരു അപ്പ് മാർക്കറ്റ് എന്നൊരു ഫീല് കൊടുക്കുന്നുണ്ട് ഈ ഒരു കാറിന്. അതേപോലെ ഒരു ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 4 വീൽ ഡ്രൈവിൻ്റെ ഒരു ബാഡ്ജിങ്ങും അപ്പുറത്തെ ടോപ്പ് വേരിയൻ്റെ ടൈറ്റാനിയത്തിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പ്രീമിയംനെസ് മാക്സിമം കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്കൊരു റഗഡ് ഫീല് കിട്ടുന്നുണ്ട്. ആ ഒരു രണ്ട് കോംബോ ചേർത്താണ് ഈ ഒരു കാർ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാൻ. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു കീ ഫോബിൽ തന്നെ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ബൂട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നതാണ്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു വാഹനം വളരെ റേസ്ഡ് ആയിട്ടുള്ള പൊസിഷൻ ഓഫർ ചെയ്യുന്ന കാറാണ്. അപ്പം നമുക്ക് ബാഗേജൊക്കെ ലോഡ് ചെയ്യാൻ കുറച്ചൊരു ഹയർ സൈഡിലാണ് ഈ ഒരു ലോഡിംഗ് ലിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ബാഗേജോ കാര്യങ്ങൾ എന്തെങ്കിലും ഈ ഒരു കാറിൽ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻഡവറിൽ ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബാഗേജ് ഒന്നും തട്ടി ഈ ഒരു നമ്മുടെ ബമ്പറിൽ പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻറ്റ് ലോസ് ഒന്നും വരാതിരിക്കാൻ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഫിനിഷ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു ബൂട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു മെയിൻ രണ്ട് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും ഫോർച്യൂണറും അതേപോലെ അൾട്ടോറാസ് G4 ആണ്. ഈ രണ്ട് കാറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എർഗണോമിക്കലി ആയാലും അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി വൈസ് ആയാലും ഒരുപാട് അധികം ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് അധികം സ്പേസ് ഓഫർ ചെയ്യുന്ന ഒരു കാറാണ് ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. അതേപോലെ വീണ്ടും ബൂട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു 450 ലിറ്റേഴ്സിൻ്റെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഫോർഡ് എൻഡവർ ഓഫർ ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഈ ഒരു ബൂട്ട് സ്പേസിലൊരു ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ രണ്ട് ബട്ടൺസ് അവൈലബിൾ ആണ്. ഈ രണ്ട് ബട്ടൺസും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് കപ്പാസിറ്റി ഈ ഒരു 450 ലിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു എഫക്റ്റീവ് കപ്പാസിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനാണ്. അതേപോലെ നമുക്ക് ആ ഒരു ബട്ടൺ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ആ രണ്ട് സീറ്റുകളും തിരിച്ച് ബാക്ക് ടു പൊസിഷൻ വരുന്നതാണ്. അപ്പം അതൊരു ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചറാണ്. സാധാരണ നമുക്ക് കാറുകളിൽ നമ്മൾ ഇപ്പം പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ മെർസിഡീസ് GLC ഹോട്ട് വീൽസ് ടെസ്റ്റ് ചെയ്ത് ഈവൻ GLCയിലായാലും പോലും നമുക്ക് ഈ ഒരു രണ്ട് സീറ്റുകൾ റിക്ലൈൻ ചെയ്യാൻ വേണ്ടി ഒരു ഇലക്ട്രിക്കൽ സ്വിച്ചസ് അവൈലബിൾ ആണ്. പക്ഷേ അത് തിരിച്ച് അതിൻ്റെ ബാക്ക് ടു പൊസിഷനിൽ കൊണ്ടുവരാൻ വേണ്ടി ആ ഒരു മോട്ടർ അതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ സർപ്രൈസിംഗ് എൻഡവറിൽ ആ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതേപോലെ എൻഡവറിൻ്റെ നല്ലൊരു മാറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഒരു 12 വോൾട്ടിൻ്റെ ആക്സസറി സോക്കറ്റും കൊടുത്തിട്ട് ഇപ്പം മൊത്തത്തിൽ അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്നോളജിക്കലി ആയാലും അല്ലെങ്കിൽ ഒരു ഡിസൈൻ വൈസ് ആയാലും ഒരുപാട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അപ്പ് മാർക്കറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ഈ ഒരു കാർ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റലേഷനൊക്കെ ഈ ഒരു ബൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ഡെഡിക്കേറ്റഡ് ഹാൻഡിലും വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി. അതേപോലെ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ വേസ് അവൈലബിൾ ആണ് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഒരു ബട്ടൺ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും നമുക്ക് ഈ ഒരു ബൂട്ട് ക്ലോസ് ചെയ്യാനാണ്. അതേപോലെ നമുക്കൊരു ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ വാർണിംഗ് വരുന്നുണ്ട്.
ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോട്ടിഫൈ ചെയ്യണം, അതായത് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞപ്പം ഈ ഒരു എൻഡവർ എന്നൊരു ബാഡ്ജിൻ്റെ തൊട്ട് താഴെയായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്കഫ് പ്ലേറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് റെയർ വ്യൂ ക്യാമറ കൊടുത്തിട്ടുള്ള അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസും വരുന്നുണ്ട്. അതേപോലെ സെൻസേഴ്സ് ഫ്രണ്ടിലും ബാക്കിലും സെൻസേഴ്സ് വരുന്നുണ്ട്, അതൊരു ആഡ് ഓൺ ഫീച്ചറാണ്. അപ്പോൾ മൊത്തത്തിൽ ടെക്നോളജിക്ക് ഒരുപാട് സ്റ്റഫ്ഡ് ആയിട്ടുള്ള കാറാണ്. BS6 ഫോർഡ് എൻഡവറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ 2019 എൻഡവറിനെ വെച്ച് കമ്പയർ നമുക്ക് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഈ ഒരു ക്യാബിനിൽ വന്നിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഒരു ഫോർഡിൻ്റെ പുതിയ പാസ് എന്ന് പറയുന്ന ഒരു ആപ്പ് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഫോർഡിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിൽ ആദ്യത്തെ കണക്റ്റഡ് കാറാണ് എൻഡവർ എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് നമ്മളുടെ എക്കോസ്പോർട്ടിൽ പാസ് എന്ന് പറയുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചാണ് നമുക്ക് ഈ ഒരു കാർ അല്ലെങ്കിൽ ഈ ഒരു കാറിൻ്റെ ഓണറിന് നമുക്ക് ഈ കാർ സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ ക്ലൈമറ്റ് കൺട്രോൾ സെറ്റ് ചെയ്യും, നമുക്ക് AC സെറ്റ് ചെയ്യാനും അതേപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു കാറിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് യൂസ് ചെയ്ത്. അതേപോലെ സർവീസ് റിമൈൻഡർ, ഒരുപാട് ഫംഗ്ഷൻസ് ആ ഒരു ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ഫോർഡ് എൻഡവറിൻ്റെ ഇൻറ്റീരിയറിലേക്ക് അല്ലെങ്കിൽ ക്യാബിനിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡാഷ്ബോർഡ് നേരത്തെ പോലെ തന്നെ ഒരു 3 ലെയർ അല്ലെങ്കിൽ 3 സോണിലാണ് ഒരു കളർ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ അപ്മാർക്കറ്റായിട്ട് തോന്നുന്ന രീതിയിലാണ്. അതിൽ ഈ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നാപ്പ ലെതർ ഫിനിഷ് യൂസ് ചെയ്താണ് ഈ ഒരു ഫോർഡ് എൻഡവറിൻ്റെ ഒരു മേളത്തെ അല്ലെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മേളത്തെ ഭാഗം ഡിസൈൻ ചെയ്തേക്കും. അതിൽ തന്നെ നമുക്കൊരു 2 വൈറ്റ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഒരു പ്രീമിയം ആയിട്ടുള്ള ഫീൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു വൂഫർ നമുക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പീക്കർ ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ മുകളിലായിട്ട് തന്നെ കാണാം. അത് കഴിഞ്ഞ് ഈ ഒരു നടുക്കിലത്തെ ലെയർ നമ്മൾ പറഞ്ഞൊരു 3 ലെയർ ആയിട്ടാണ്. അതിൽ ഈ നടുക്കിലത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിലാണ്, ഒരു ഗ്രാനൈറ്റ് ഗ്രേ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഫിനിഷിൽ ഒരു ഗ്ലോസി ഫിനിഷിലാണ് ഒരു നടുക്കിലത്തെ ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുള്ളത്. അതും വളരെ പ്രീമിയമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ 4 AC വെൻസിൻ്റെ ചുറ്റും നമുക്ക് ഒരു ക്രോമിൻ്റെ ഇൻസേർട്ട് അല്ലെങ്കിൽ ഒരു ഓഫ് ക്രോം ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രീമിയംനെസ് വീണ്ടും അവിടെയും ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് ഒരു 3ാമത്തെ ലെയർ അല്ലെങ്കിൽ ലാസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ബീജാണ്. അതൊരു ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക് ആണ്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി വേണമെങ്കിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് ഒരു നടുക്കിലത്തെ ഒരു സെൻറ്റർ കൺസോളിലേക്ക് അല്ലെങ്കിൽ ഒരു നമുക്കൊരു വാട്ടർ ഫ്ലോ കൺസോൾ ഡിസൈൻ ഒന്നുമല്ല, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അപ്പം ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. കാര്യം നമ്മളെപ്പോഴും പറയും ഫോർഡിൻ്റെ എക്കോസ്പോർട്ടിൽ ശ്രദ്ധിച്ചാലും അറിയാം നമുക്ക് ഫോർഡിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ക്വാളിറ്റിയും ഒരു ക്രിസ്പ്നെസ് എന്നൊക്കെ പറയുന്നത് വളരെ ഒരു അപ്പ് മാർക്കറ്റ് ഫീലാണ് ഫോർഡ് ഓഫർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് AC-യുടെ കൺട്രോൾസ്, ഡ്യുവൽ ടോൺ ക്ലൈമറ്റ് കൺട്രോളാണ്. അപ്പം അതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് കാണാം. പക്ഷേ അവിടെ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയത് നമുക്ക് ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൽ വേണമെങ്കിൽ ചെറിയൊരു ഡിസ്പ്ലേ കൊടുക്കായിരുന്നു. പക്ഷേ അതിന് പകരം ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ആക്സസ് ചെയ്യുന്ന ഓരോ ബട്ടൺസിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയും നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കുറച്ചൊരു വേക്കൻ്റ് ആയ പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് മാത്രമല്ല ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഈ ഒരു ക്യാബിനിൽ. കാര്യം ബാക്കിയെല്ലാം വളരെ ഒരു അപ്പ് മാർക്കറ്റ് ഫീൽ വരുന്നുണ്ട്. ഈ ഒരു ബട്ടൺസ് മാത്രം ഒരു ഹാർഡ് ടച്ച് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ കുറച്ചൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു എന്നൊരു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ തോന്നി. അതേപോലെ നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് താഴെ ഹസാറിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ വോളിയവും അതേപോലെ നമുക്ക് മാനുവലി റേഡിയോ സ്റ്റേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള 2 റോട്ടറീസ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും താഴേക്ക് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ആക്സറി സോക്കറ്റും നമുക്ക് ഒരു ഫാസ്റ്റ് ചാർജിങ് USB സ്ലോട്ടും ഒരു നോർമൽ USB സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു ഏരിയയിൽ നമുക്ക് അത് വീണ്ടും ഒരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡും കൂടെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. കാര്യം നമ്മൾ ഇത്രയും ഒരു വിലയുള്ള വാഹനമാണ്. അപ്പോൾ ഒരു വയർലെസ് ചാർജിങ് പാഡും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഗിയർ നോബിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ലെതർ റാപ്ഡ് ഗിയർ നോബാണ്. വളരെ ഒരു പ്രീമിയമായിട്ട് തോന്നുന്ന രീതിയിൽ ഒരു ഓഫ് ക്രോം ഫിനിഷൊക്കെ കൊടുത്തൊരു ഗിയർ നോബാണ്. അതിൽ തന്നെ നമുക്കൊരു ബട്ടൺ വരുന്നുണ്ട് മാനുവലിലോട്ട് കൺവേർട്ട് ചെയ്ത് പ്ലസും മൈനസ് ചെയ്ത് ഗിയേഴ്സ് മാറ്റാൻ വേണ്ടി. ആ ഒരു ഗിയർ നോബിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ നമുക്കൊരു ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ടെറൈൻ റെസ്പോൺസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ടെറൈനിലാണ് കാർ ഓടിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഒരു ആവശ്യാനുസരണം നമുക്ക് ടെറൈൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും ട്രാക്ഷൻ കൺട്രോൾ 4 വീൽ ഡ്രൈവ് 4 വീൽ ലോ അതായത് ഡിഫറൻഷ്യൽസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഡിവിജ്വൽ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗിയർ നോബ് ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഒരു സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബട്ടൺസും കൺട്രോൾസും കൊടുത്താണ് ഒരു കോക്പിറ്റ് എന്ന തോന്നുന്ന രീതിയിലാണ് ഒരു ഗിയർ നോബിൻ്റെ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കിൽ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. വളരെ അത്യാവശ്യം ഒരു 1 ലിറ്റർ 1 ലിറ്റർ ബോട്ടിൽസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതേപോലെ ഹാൻഡ് ബ്രേക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ചെറിയൊരു ആഡ് ഓൺ വേണമെങ്കിൽ ആവാമെന്നുള്ളൊരു ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്സ് കൊടുക്കാം. പക്ഷേ നോർമൽ ഒരു ഹാൻഡ് ബ്രേക്സ് തന്നെയാണ് എൻഡവറിൽ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ലെതർ റാപ്ഡ് ഒരു സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്ത് വളരെ ഒരു അപ്പ് മാർക്കറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷൊക്കെ കൊടുത്ത് ഒരുപാട് ബട്ടൺസും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു എയർക്രാഫ്റ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻസും അല്ലെങ്കിൽ ഒരുപാട് ബട്ടൺസ് കൊടുത്തിട്ടാണ് ഒരു സ്റ്റിയറിംഗ് വീൽ പോലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് കോളം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ആ ഒരു മീറ്റർ കൺസോളിലേക്ക് വരുമ്പോഴത്തേക്ക് വളരെ അപ്പ് മാർക്കറ്റ് അല്ലെങ്കിൽ വളരെ സ്പോട്ടി എന്ന് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ പ്രീമിയം എന്ന് തോന്നുന്ന രീതിയിലാണ് ഒരു മീറ്റർ
കൺസോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നടുക്കായിട്ടൊരു അനലോഗ് സ്പീഡോമീറ്റർ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് രണ്ട് ഡിജിറ്റൽ LED ഡിസ്പ്ലേസ് ആണ് വരുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഫ്യൂലൊക്കെ നമുക്ക് ആക്ച്വലി LED ഡിസ്പ്ലേയിലാണ് എൻഡവറിൽ കാണിക്കുന്നത്. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് 10 സ്പീഡ് ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനം ഓടിക്കുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് ആ ഒരു ഗിയർ മാറുന്നത് അല്ലെങ്കിൽ ഏത് ഗിയറിലാണെന്നുള്ള പൊസിഷനിങ് നമുക്കൊരു LED ഡിസ്പ്ലേയിൽ ഈ ഒരു കാറ് കാണിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. അതേപോലെ വീണ്ടും ഒരു ചെറിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്റ്റിയറിംഗ് കോളം ആക്ച്വലി നമുക്ക് റീച്ച് ആൻഡ് ബ്രേക്ക് ഒരു മാനുവൽ ഓപ്ഷനാണ്. നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അല്ല ഈ ഒരു സ്റ്റിയറിംഗ് വീൽ, ഈ സ്റ്റിയറിംഗ് കോളം എന്ന് പറയുന്നത് നമുക്ക് മാനുവൽ അഡ്ജസ്റ്റബിൾ ഒരു സ്റ്റിയറിംഗ് കോളമാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ ഒരു റൂഫും അല്ലെങ്കിൽ നമുക്ക് ഈ ഡോർ പാഡും ഒരു റൂഫും ഈ ഒരു ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ഈ ഒരു റൂഫ് ഏരിയ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളർ ഫിനിഷിലാണ്. അത് വീണ്ടും ഒരു പ്രീമിയംനെസ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഡോർ പാഡ്സിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു ബീച്ച് ഡോർ പാഡ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷ് നമുക്ക് ഒരുപാടെടുത്ത് ഈ ഒരു കാറിൽ കാണാം, ഈ ഒരു ഡോർ പാഡ്സിൽ കാണാം. അതേപോലെ നമുക്ക് ഈ ഒരു ഹാൻഡിൽസിലേക്ക് കാണാം. അപ്പോൾ ഹാൻഡിൽ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ ഒരു ഓഫ് ക്രോം ഫിനിഷിലാണ് ഹാൻഡിൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇൻഡിവിജ്വലി 4 ഡോർസിനും നമുക്ക് ഇലക്ട്രിക്കൽ ഡോർ ഓപ്പണിംഗ് അല്ലെങ്കിൽ ലോക്ക് അൺലോക്ക് സിസ്റ്റം വരുന്നുണ്ട്. അത് കഴിഞ്ഞ് റൂഫിലേക്ക് വരുമ്പോൾ നമുക്കൊരു പനോറമിക് സൺറൂഫ് അവൈലബിൾ ആണ് ഈ ഒരു കാറിൽ അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ. നമുക്ക് ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇൻ ക്ലാസ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ ഒരു പനോറമിക് സൺറൂഫ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് തരുന്നുണ്ട്. അതേപോലെ നമുക്കൊരു ഓട്ടോ ഡിമിംഗ് മിറർ വരുന്നുണ്ട്, ഒരു ഫീച്ചർ തന്നെയാണ് ഓട്ടോ ഡിമിംഗ് മിറർ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സൺഗ്ലാസ് ഹോൾഡർ തന്നെ. അകത്ത് നല്ല ഇൻസുലേഷനൊക്കെ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും അധികം ഒരു ശബ്ദമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ വളരെ ഒരു അപ്പ് മാർക്കറ്റ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഫീലാണ് ഈ ഒരു ക്യാബിൻ നമുക്ക് തരുന്നത്. അതേപോലെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് ഇവിടെ A പില്ലറിൽ. അപ്പോൾ നമുക്ക് ഈ കാറിൽ കയറാനായാലും ആ ഹാൻഡിൽ പിടിച്ച് കയറാൻ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് തരുന്ന ഹാൻഡിൽ തന്നെയാണ്. സീറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു സീറ്റ് കംഫർട്ടാണ് ഓഫർ ചെയ്യുന്നത്. നല്ലൊരു ലംബാർഡ് സപ്പോർട്ടും നല്ല തൈ സപ്പോർട്ടും ഓഫർ ചെയ്യുന്നത്. നമുക്ക് ഈ ലംബാർഡ് നമ്മൾ പൊതിഞ്ഞ് വെക്കുന്ന രീതിയിലുള്ള ഒരു ലംബാർഡാണ്. അതേപോലെ നടുക്ക് നമുക്കൊരു ഹാൻഡ് ആംറസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ആംറസ്റ്റ് ആക്ച്വലി ഒരു ചെറിയ ഡ്രോബാക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു ആംറസ്റ്റ് അല്ല. പക്ഷേ ഈ ഒരു ആംറസ്റ്റിനുള്ളിൽ തന്നെ അത്യാവശ്യം ഒരുപാട് സാധനങ്ങൾ വെക്കാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു സ്പേസും ഒരു യൂട്ടിലിറ്റി സ്പേസും ഫോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ യൂട്ടിലിറ്റി വൈസ് നോക്കുകയാണെങ്കിലും ഈ ഒരു ഫ്രണ്ട് എൻഡ് അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് തന്നെയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ ആ ഒരു സെയിം പ്രീമിയംനെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് റോയിലും ഫോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു എടുത്തു പറയേണ്ട കാര്യം. അതേപോലെ നമുക്ക് ഈ ഒരു ക്യാബിൻ നമ്മൾ പറഞ്ഞു AC എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫോർഡിൻ്റെ. അല്ലെങ്കിൽ ഈ ഒരു എൻഡവർ എന്ന കാറിനുള്ള AC ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള AC ഔട്ട്പുട്ടാണ് ഈ ഒരു കാർ നമുക്ക് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 2 AC വെൻസ് നമുക്ക് ഈ ഒരു റൂഫിൽ തന്നെ നമുക്ക് 2 സൈഡിലായിട്ട് 2 AC വെൻസ് വരുന്നുണ്ട്. അതേപോലെ ഈ 2 AC വെൻസിൻ്റെ കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സെൻട്രൽ ആംറസ്റ്റിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് 2 റോട്ടറി കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ നമുക്ക് മാനുവലി ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു AC ഔട്ട്പുട്ടാണ് ഈ ഒരു ക്യാബിൻ മൊത്തത്തിൽ ഓഫർ ചെയ്യുന്നത്. അതേപോലെ ആ ഒരു സെയിം നാപ്പ ലെതർ ഫിനിഷുള്ള സീറ്റ്സ് തന്നെയാണ് നമുക്ക് സെക്കൻഡ് റോയിലും കൊടുത്തിട്ടുള്ളത്. അതേപോലെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഐസോഫിക്സ് ചൈൽഡ് സീറ്റ് മൗണ്ട്സും ഈ ഒരു ബാക്ക് സീറ്റുകളിൽ വരുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസ് ഈ ഒരു കാർ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് ആക്ച്വലി നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു 5 പേരെ ഈ ഒരു കാറിലുള്ളൂ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് കുറവാണ്, ലാസ്റ്റ് റോയിൽ പാസഞ്ചേഴ്സ് ഇരിക്കാൻ ആളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു കൺവീനിയൻസ് അനുസരിച്ച് ഈ ഒരു നമുക്കൊരു ബൂട്ട് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്പേസ് ലെഗ് സ്പേസ് നമുക്ക് കൂട്ടാവുന്നതാണ്. അതേപോലെ അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം തന്നെയാണ് ഈ ഒരു കാർ ഓഫർ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു പനോറമിക് സൺറൂഫിലെ വ്യൂ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യൂ ആണ് ഈ ഒരു പനോറമിക് സൺറൂഫ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ 2 സൈഡിലും നമുക്ക് 2 ഇൻഡിവിജ്വൽ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാറിൽ ഇപ്പോൾ ഒരു ഷോഫർ ഡ്രിവൺ കാറാണ്, ഇപ്പോൾ ഷോഫറാണ് ഈ ഒരു കാർ ഓടിക്കുന്നത്, ഓണർ ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിലും ഓണറിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള കംഫർട്ട് ഓഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ വളരെ പ്രീമിയം ആയിട്ട് ഒരു ഷോഫർ ഡ്രിവൺ കാർ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാർ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ ആ ഒരു സെയിം നമുക്ക് ആ ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷ് ഈ ഒരു ഡോർ പാഡ്സിൽ വരുന്നുണ്ട്. നമുക്കൊരു ട്വീറ്റേഴ്സ് കാണാം. നമ്മൾ ഫ്രണ്ട് റിവ്യൂ ചെയ്തപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി 4 ഡോറുകളിലും നമുക്ക് ഇലക്ട്രിക്കലി ഈ ഡോർ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ളൊരു ബട്ടൺ അവൈലബിൾ ആണ്. ഓഡിയോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓഡിയോ ക്വാളിറ്റി പറഞ്ഞാലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ഓഡിയോ ക്വാളിറ്റിയാണ് ഈ ഒരു കാർ ഓഫർ ചെയ്യുന്നത്. കാര്യം നമുക്ക് ഇവിടെ ട്വീറ്റേഴ്സ് 2 സൈഡിലും കാണാം. അപ്പം ഈ ഒരു വീണ്ടും യൂട്ടിലിറ്റി വൈസ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ 4 ഡോറുകളിലും ഒരു സിംഗിൾ ഒരു 1 ലിറ്റർ ബോട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു മോൾഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു സിംഗിൾ 1 ലിറ്റർ ബോട്ടിൽ അല്ലാതെ നമുക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ സ്റ്റഫ് ചെയ്യാനുള്ളൊരു
ഫെസിലിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അത്യാവശ്യം യൂട്ടിലിറ്റി വൈസും ഒരുപാട് ലോഡഡ് ആയിട്ടുള്ളൊരു കാർ തന്നെയാണ് ഫോർഡ് എൻഡവർ എന്ന് പറയുന്നത്. അതേപോലെ സീറ്റിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു തൈ സപ്പോർട്ട് വേണമെങ്കിൽ കുറച്ച് കുറവാണെന്ന് പറയാം. അതേപോലെ അത്യാവശ്യം നല്ലൊരു ലംബാർഡ് സപ്പോർട്ടും 3 ഹെഡ് റെസ്റ്റുകളും നമുക്ക് സെക്കൻഡ് റോയിൽ വരുന്നുണ്ട്. അതേപോലെ നമുക്ക് ട്രാൻസ്മിഷൻ ടണലിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഒരു ഹമ്പുള്ള ട്രാൻസ്മിഷൻ ടണലാണ്. നടുക്കിരിക്കുന്ന ആൾക്ക് കുറച്ചൊരു ദൂരയാത്ര പോകുന്ന ഒരു ജേണി ആണെങ്കിൽ കുറച്ചൊരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. തേർഡ് റോയിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം അറിയാം, തേർഡ് റോ എന്ന് പറയുന്നത് SUV-കളിലെ മിക്ക തേർഡ് റോ എന്ന് പറയുന്നത് കുറച്ചൊരു നമുക്കൊരു എസ്പെഷ്യലി പിള്ളേർക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു സീറ്റിംഗ് പോസ്റ്റാണ് തേർഡ് റോ എന്ന് പറയുന്നത്. അഡൽസിന് അധികം കംഫർട്ടബിൾ അല്ലാത്തൊരു പോസ്റ്റർ, സെയിം ആ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് എൻഡവറിലേക്ക് വരുമ്പോഴും. പക്ഷേ നമുക്കിവിടെ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ വരുന്നുണ്ട്. അതേപോലെ ബാക്കിലൊരു ആംറസ്റ്റും വരുന്നുണ്ട്. ആ 2 ആംറസ്റ്റും കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 AC വെൻസും ഒരു റീഡിംഗ് ലാമ്പും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആഡ് ഓൺ ആയിട്ട് കൊടുക്കാറുന്ന ഒരു ഫീച്ചർ എന്ന് നമുക്കൊരു ചാർജിങ് സോക്കറ്റ് അല്ലെങ്കിൽ 12 വോൾട്ട് ആക്സറി സോക്കറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ആ ഒരു സോക്കറ്റ് ആക്ച്വലി ഡിക്കിയിൽ അല്ലെങ്കിൽ നമുക്ക് ബൂട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ആക്സറി സോക്കറ്റും കൂടെ കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു ലാസ്റ്റ് റോയിൽ ഇരിക്കുന്നവർക്ക് ഫോൺ ചാർജ് ചെയ്യാൻ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ആയിരുന്നേനെ. പക്ഷേ ഈ ഒരു സീറ്റിനെ വെച്ച് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ചൊരു നമുക്ക് കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീൽ തന്നെയാണ്. നമുക്ക് ഒരു ദൂരയാത്രയ്ക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് അല്ല ഒരു തേർഡ് റോ സീറ്റ് എന്ന് പറയുന്നത്. എന്നാലും ആ ഒരു സെയിം നാപ്പ ലെതർ ഫിനിഷും ഒരു മാക്സിമം പ്രീമിയംനെസ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് തേർഡ് റോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ BS6 എൻഡവറിൻ്റെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ 2019 ഫോർഡ് എൻഡവർ നമുക്ക് 2019 ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്കറിയാം ഫോർഡ് എൻഡവർ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 2 പവർ ട്രെയിൻസിലാണ്, 3.2 2.2. BS6ലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം മിക്ക കാറുകളുടെയും CC കുറച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫോർഡ് എൻഡവറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു BS6 കംപ്ലൈൻറ്റ് എഞ്ചിൻ ആക്കാൻ വേണ്ടി നമുക്ക് ഒരു 2 ലിറ്റർ എഞ്ചിനാണ് ഇപ്പം ഫോർഡ് എൻഡവറിൽ മേറ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും, 2 ലിറ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്രയും മാസീവായിട്ടുള്ളൊരു SUV ആണ്, ഇത്രയും ഒരു ഒരുപാട് ഓഫ് റോഡ് ഫീച്ചേഴ്സ് ഉള്ള ഒരു SUV ആണ്. അപ്പം ഈ ഒരു ഇത്രയും വലിയ വാഹനത്തിന് 2000 cc മതിയാവുമോ അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് എല്ലാവർക്കും ഒരു സംശയം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു 2 ലിറ്റർ എഞ്ചിൻ ആണെങ്കിൽ പോലും ഒരു 10 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് നമുക്ക് എൻഡവറിൽ 2020 BS6ൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 10 സ്പീഡ് ഗിയർ ബോക്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും വരാവുന്നൊരു ഡൗട്ടാണ്, അതായത് ഇന്ത്യൻ റോഡ് കണ്ടീഷൻസ് അല്ലെങ്കിൽ സിറ്റി കണ്ടീഷൻസിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗിയർ ബോക്സ് ആണോ ഈ ഒരു 10 സ്പീഡ് ഗിയർ ബോക്സ് എന്നുള്ളത്. പക്ഷേ സർപ്രൈസിംഗ്ലി വളരെ നല്ലൊരു റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണ് ഫോർഡ് എൻഡവറിൽ ഫോർഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 10 സ്പീഡ് ഗിയർ ബോക്സിൻ്റെ ഒരു റേഷ്യോ അല്ലെങ്കിൽ ഒരു മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫസ്റ്റിന്ന് പിന്നെ തേർഡിലോട്ടാണ് പോകുന്നത്, തേർഡ് കഴിഞ്ഞ് ഫിഫ്ത്ത് ടു 9th, അങ്ങനെ ആ ഒരു പ്രപ്പോർഷനിലാണ് ഗിയർ ഷിഫ്റ്റ്സ് വരുന്നത്. അതായത് അത്രയ്ക്കും നല്ല രീതിയിൽ റോഡ് സെൻസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഡ്രൈവിംഗ് ഒരു പോർട്ട്ഫോളിയോ സെൻസ് ചെയ്താണ് ഈ ഒരു കാർ ഗിയർ ഷിഫ്റ്റ്സ് നടത്തുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഫ്യൂവൽ എക്കോണമി ഒരുപാട് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. സാധാരണ ഇത്രയും വലിയൊരു കാറാണ്, ഡീസൽ വാഹനമാണെങ്കിൽ പോലും ഇത്രയും വലിയൊരു കാറാകുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ഫ്യൂവൽ എക്കോണമിയിൽ ഒരുപാട് ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഫോർഡ് എൻഡവറിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ഗിയർ ബോക്സാണ് നമുക്ക് ഫോർഡ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗിയർ ബോക്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള മൈലേജും എൻഡവറിന് ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ARI സർട്ടിഫൈഡ് മൈലേജ് അറൗണ്ട് 13.5 ലിറ്റേഴ്സാണ് മൈലേജ് പറയുന്നത്. പക്ഷേ കസ്റ്റമേഴ്സ് അതിലും കൂടുതൽ അറൗണ്ട് 14 to 14.5 വരെ മൈലേജ് ക്ലെയിം ചെയ്ത ഒരുപാട് കേസുകളുണ്ട് BS6 എൻഡവറിലേക്ക് വരുമ്പോഴത്തേക്ക്. BS6 എൻഡവർ ആക്ച്വലി ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിലും അത്യാവശ്യം നല്ലൊരു സെയിൽസാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും നമുക്ക് ഒരു എയർ ബാഗ്സ് വരുന്നുണ്ട്, അതേപോലെ ABS EBD എല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും സെൻസേഴ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. നമ്മൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന ടോപ്പ് ട്രിമായ ടൈറ്റേനിയം 4-wheel ഡ്രൈവ് വേരിയൻ്റാണ്. ഈ ഒരു വേരിയൻറ്റിൻ്റെ അപ്രോക്സിമേറ്റ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 33,80,000 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സിറ്റി യൂസിനായാലും അത്യാവശ്യം നല്ലൊരു മെനുവറബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു ബൾക്കി കാറായാലും വളരെ ബൾക്കി ആയിട്ടുള്ള SUV ആണെങ്കിൽ പോലും ഒരു സിറ്റി ഡ്രൈവിന് വളരെ ഒരു നല്ല എർഗണോമിക്സും നമുക്ക് നല്ലൊരു മെനുവറബിലിറ്റി ഓഫർ ചെയ്യുന്ന ഒരു കാർ തന്നെയാണ് എൻഡവർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രേക്ഷകർക്ക് ഇന്ന് നമ്മൾ ഹോട്ട് വീൽസിൽ പരിചയപ്പെടുത്തിയ ഫോർഡ് എൻഡവർ BS6 ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വാഹന ലോകത്ത് പുത്തൻ വിശേഷങ്ങളുമായി ഹോട്ട് വീൽസിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.